നമ്മളെ എന്നെ എല്ലാം കേൾക്കുന്ന, എന്നെ അറിയുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഞാനൊരു പുതിയ എപ്പിസോഡിലേക്ക് കടന്നു വരികയാണ്. ഇതുവരെയും ആരും കണ്ടിട്ടില്ലാത്ത ആണെങ്കിൽ അവരെ സബ്സ്ക്രൈബ് ചെയ്യണം, കഴിയുമെങ്കിൽ ലൈക്ക് ചെയ്യണം, കഴിയുമെങ്കിൽ കമൻ്റ് ഇടണം, അതുപോലെ കഴിയുമെങ്കിൽ ഷെയർ ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു പുതിയ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് ഏറ്റവും വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് മൂത്രാശയ കല്ലിനെ കുറിച്ചിട്ടാണ്. മൂത്രാശയ കല്ലെന്ന് പറഞ്ഞാൽ അത് പലതരം കല്ലുണ്ട്. ചില ഓക്സലേറ്റ് കല്ലുകളുണ്ട്, കാൽസ്യം ഓക്സലേറ്റിന്റെ കല്ലുകളുണ്ട്, യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നതാണ്. ഇത് ഒരു കാലത്ത് നമ്മുടെ ആണുങ്ങളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇന്നും ആണുങ്ങളിലാണ് കൂടുതൽ കാണുന്നത്, പക്ഷേ ഇപ്പോൾ സ്ത്രീകളിലും വളരെയധികം കാണുന്നുണ്ട്. ഇതിന്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ വേദന വരും. ചില ആൾക്കാരുടെ വേദന കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. അത്ര അവർ തറയിൽ കടന്ന് ഉരുളുന്ന വേദന വരെ വരാനുള്ള സാധ്യതയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിഡ്നിയുടെ പെൽവിസിൽ നിന്ന് യുറിത്രയിലേക്ക് ഈ സ്റ്റോൺ എൻ്റർ ചെയ്യുമ്പോഴാണ് അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇതെന്ത് അസുഖമാണെന്ന് പലരും പറഞ്ഞ് പേടിക്കും, പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ്, യൂറിനറി സ്റ്റോൺസിൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ കല്ല് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ മാംസ്യം കഴിക്കുന്നതുകൊണ്ടും നമുക്ക് ഇത് വരാനുള്ളൊരു ടെൻഡൻസി ഉള്ളത് കൊണ്ടുമാണ് ഇത് വരുന്നത്. അതുകൊണ്ട് ഇത് അബ്നോർമലായിട്ട് നമ്മളാരും കൊണ്ട് ഒരു കല്ല് അവിടെ കൊണ്ട് വയ്ക്കുന്നൊന്നുമല്ല, ആർക്കും വേണേൽ വരാം. എന്നാൽ 5 മില്ലിമീറ്റർ കൂടുതലുള്ളതാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾക്ക് കമ്പ്യൂട്ടറിൻ്റെ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ടെക്നോ പാർക്കിലും അതുപോലുള്ള സ്ഥലങ്ങളിൽ ഓഫീസിൽ ജീവിക്കുമ്പോൾ നമുക്ക് ശരിക്കും വെള്ളം കുടിക്കാനായിട്ട് പറ്റുന്നില്ല. പണ്ടൊരു സമയത്ത് ഗൾഫിൽ വരുന്ന എല്ലാവർക്കും കല്ലായിരുന്നു. എന്നാൽ ഇന്ന് ഇവിടെയും ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഇവിടെ ആവശ്യത്തിന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. ഈ നമ്മുടെ യൂറിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, നമ്മൾ ഓഫീസിലായിരുന്നാലും സ്കൂളിലായിരുന്നാലും എവിടെ ആയിരുന്നാലും നമുക്ക് ഈ അസുഖമുണ്ടെന്നുള്ളൊരു ഉത്തമ ബോധം കൊണ്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് 1.5 മുതൽ 2 ലിറ്റർ വെള്ളം വരെ നമ്മൾ കുടിക്കണം. എന്ന് വെച്ചാൽ 7 ഗ്ലാസ് മുതൽ ഏതാണ്ട് ഒരു 10 ഗ്ലാസ് വെള്ളം വരെ ഡെയിലി കുടിക്കണം, ചായ ഉൾപ്പെടെ. അപ്പോഴും ശരിക്കും യൂറിൻ അങ്ങോട്ട് പോകും. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് ധൈര്യപ്പെടുകയാണ് വേണ്ടത്. അല്ലാതെ അവരുടെ മുമ്പിൽ നമ്മൾ മോശക്കാരൊന്നുമല്ല. അസുഖം എല്ലാവർക്കും ഉണ്ട്, എനിക്കും സ്റ്റോണുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ആരോഗ്യം നമ്മൾ കാത്തില്ലെങ്കിൽ സ്റ്റോണൊക്കെ അങ്ങ് വലുതാവും, പിന്നെ രക്ഷിക്കാനായിട്ട് ആരും കാണത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ശരിക്കും വെള്ളം കുടിക്കുകയാണ് അത് ഉള്ളത്. രണ്ടാമത്, നമ്മൾ ചീര അവോയ്ഡ് ചെയ്യണം, അതുപോലെ മുരിങ്ങ, അതുപോലെ കൊഞ്ച്, പിന്നെ കാൽസ്യം ഉള്ളതായിട്ടുള്ള, കൊഞ്ചിൽ ഒരുപാട് കാൽസ്യം ഉണ്ട്, കാൽസ്യം ഉള്ളതായിട്ടുള്ള കക്ക ഇറച്ചി അത് സൂക്ഷിക്കണം. അതിനകത്തെല്ലാം കാൽസ്യം കാർബണേറ്റ് ഉണ്ട്. കാൽസ്യമുള്ള ഈ വസ്തുക്കളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം. കാരണം കാൽസ്യം ഈ ഓക്സലേറ്റുമായിട്ട് എവിടെയെങ്കിലും കമ്പൈൻ ചെയ്ത് കാൽസ്യം ഓക്സലേറ്റ് ആയിട്ട് മാറും. ഓക്സലേറ്റ് എവിടെ നിന്ന് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് തക്കാളിയിൽ നിന്നാണ് വരുന്നത്. തക്കാളി, ഇങ്ങനെയുള്ള ചില ഫ്രൂട്ട്സ് ഉണ്ട്, ഗ്രേപ്സ്, ഇങ്ങനെയുള്ള ചില ഫ്രൂട്ട്സിൽ നിന്നാണ് ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് വരുന്നത്. അപ്പോൾ ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് വരുന്നത് അത് മാംസ്യത്തിൽ നിന്നാണ്. നമ്മൾ കഴിക്കുന്നതായിട്ടുള്ള ബിരിയാണി ചോറിനകത്ത് നല്ല മട്ടണൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ ആഗ്രഹം തോന്നും. പക്ഷെ മട്ടണിനകത്ത് മാംസ്യങ്ങൾ, റെഡ് മീറ്റിലെല്ലാം മാംസ്യങ്ങൾ, പോർക്കിൽ മാംസ്യങ്ങൾ ഒക്കെ വളരെ കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ അവോയ്ഡ് ചെയ്യണം. അവോയ്ഡ് ചെയ്തല്ല, എത്രയും കുറച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഇത് മാറാനായിട്ട് നമുക്ക് ധാരാളമായിട്ട് നാരങ്ങ വെള്ളം കുടിക്കാം, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതുപോലെ ഈ മാതള നാരങ്ങ വെള്ളമായിട്ട് മാതള നാരങ്ങയുടെ ജ്യൂസ് കുടിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പവുമില്ല. ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ ധാരാളമായി വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. കാരണം വെള്ളം പിടിച്ചാൽ ഒരുപാട് ശതമാനം തന്നെ അങ്ങ് പൊക്കോളും. കാരണം ഫ്ലഷ് ഔട്ടിലങ്ങ് പോകും. പണ്ടൊരു തെറാപ്പി ഉണ്ടായിരുന്നു, ഹൈഡ്രോ തെറാപ്പി എന്ന് പറഞ്ഞൊരു തെറാപ്പി ഉണ്ടായിരുന്നു. അന്ന് വെള്ളം പൈൻ്റ് കണക്കിന് വെള്ളം വെച്ചിട്ട് അത് മൂത്രം പോകാനായിട്ട് അനുവദിക്കുമായിരുന്നു. ഇന്നത് അത്രയും ഇല്ല. പിന്നെ വെള്ളം കൊണ്ട് മാറാത്തതായിട്ടുള്ളതിനെ നമ്മൾ പിന്നെ ചെയ്യുന്നത്, അതിന് മരുന്നില്ലെന്ന് പറയുമെങ്കിലും പൊട്ടാസ്യം സിട്രേറ്റ് എന്ന് പറയുന്ന ഒരു മരുന്ന് കുറച്ച് ഗുണം ചെയ്യുന്നതാണ്.
ആ ദിവസം 3 പ്രാവശ്യമോ 5 പ്രാവശ്യമോ ഒക്കെ കഴിക്കാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുപോലെ നിങ്ങൾക്ക് അതും കൊണ്ട് നിൽക്കുന്നില്ല, പിന്നെയും വേദന വരികയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം ചെയ്യാം. അത് ഇപ്പം പണ്ടൊക്കെ ഓപ്പറേഷനായിരുന്നു. ഇപ്പോൾ ഓപ്പറേഷന് പകരം എക്സ്ട്രാ കോർപ്പോറിഡൽ ലിത്തോട്രിപ്സി എന്ന് പറഞ്ഞ ഒരു ഷോക്ക് വേവ് ഉണ്ട്. ഈ ഷോക്ക് വേവ് കിഡ്നിയിൽ അടിച്ചിട്ട് അത് പൊട്ടിച്ച് അത് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയുന്നതാണ് ഇപ്പോഴത്തെ പരിപാടി. അത് 100% ഉറപ്പൊന്നുമില്ല എല്ലാം മാറുമെന്ന്. അപ്പോഴും നമ്മൾ വെള്ളം കുടിക്കാനായിട്ട്, അതിന് ശേഷമാണെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിച്ചോണം. ഇല്ലെങ്കിൽ സ്റ്റോൺ ഇവിടെ കിടക്കും, നമ്മൾ ചെയ്തത് വെറുതെയാകും. അപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ആഹാരം ഈ കൊഞ്ച്, ചീര, ഇങ്ങനെയുള്ള ചില കാൽസ്യമുള്ള കണ്ടൻസ് ഉള്ള ഒരുപാട് കക്കയിറച്ചി, അതൊക്കെ ചിലർക്ക് വളരെ ഇഷ്ടമാണ്. ഈ പടപ്പക്കരയൊക്കെ ഒരുപാട് കക്കയിറച്ചിയൊക്കെ കിട്ടും കേട്ടോ, അതെല്ലാം വാങ്ങിച്ച് തിന്നാളരുത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഈ ഹൈഡ്രോതെറാപ്പി വെള്ളമൊക്കെ കുടിച്ച് കാലിൽ നമുക്ക് അവിടെ നിന്ന് മാറ്റാവുന്നതാണ്. അതിനുശേഷം ഒരു നല്ല ജീവിതം അതുകൊണ്ട് ചെയ്യാവുന്നതാണ്. പണ്ടൊക്കെ കിഡ്നി തന്നെ എടുത്തു കളയുന്ന കേസുകളുണ്ട്. കിഡ്നിയിലെല്ലാം കൂടി നെഫ്രോകാൽസിനോസിസ് പിടിച്ചിട്ട് കിഡ്നി തന്നെ എടുത്തു കളയുന്ന കേസുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം അത്രയും കേസില്ല. ഇപ്പം ആൾക്കാർ കുറച്ചുകൂടെ ബോധവാന്മാരായതുകൊണ്ട് അത്രയ്ക്കുള്ള കേസില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. മരുന്നുകൾ ശരീരത്തിന് ദോഷം ചെയ്യുന്നു എന്ന് നിങ്ങളുടെ ഒരു വ്യർത്ഥമായിട്ടുള്ള ധാരണ, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ, അത് മാറ്റിയെടുക്കണം. അതാണ് ആദ്യമായിട്ടുള്ള ചെയ്യേണ്ടത്. അങ്ങനെ ഈ യൂറിനറി സ്റ്റോൺസ്, അത് യൂറിറ്ററി കയറിയാലും മൂത്രാശയത്തിൽ കയറിയാലും നല്ല വേദന വരും. അതിന് നല്ല രീതിയിൽ ഇഞ്ചക്ഷൻ എടുത്താലേ അതുകൊണ്ട് മാറത്തുള്ളൂ. ഈ മൂത്രത്തിൽ കല്ലുകൊണ്ടുള്ള വേറെ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന്, നിങ്ങളുടെ മൂത്രത്തിൽ പഴുപ്പ് വരാം. മൂത്രത്തിൽ പഴുപ്പ് ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഈ സ്റ്റോൺ ഉണ്ട്. കാരണം അവിടെ സ്റ്റാഗ്നന്റ് യൂറിൻ വരും. അപ്പോൾ സ്റ്റോൺ വരാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പൈലോനെഫ്രൈറ്റിസ് അതുപോലെയൊക്കെ വരാം. ഒരു കാലിൽ നീര് വരാം, ഇങ്ങനെയൊക്കെ വരാം. അത് വളരെ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയിൽ നിന്നേ അത് കണ്ടെത്തുവാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഡിസ്കഷനെ കുറിച്ച് കഴിഞ്ഞു. ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയതിനായിട്ട് നന്ദി പറയുന്നു. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ കമൻ്റ് ഇടണം. അതുപോലെ അത്യാവശ്യമെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്ത് ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.